Hey guys, welcome to a പുതിയ വ്ളോഗ്. നോക്കൂ സുഹൃത്തുക്കളെ, ഹലോ ഗൈസ്, ഞങ്ങള് വൈകുന്നേരം ആയപ്പോഴത്തേക്കും പ്രകൃതി രമണീയമുള്ള സ്ഥലത്ത് ചായ കുടിക്കാനായിട്ടുള്ള ഒരു ആലോചനയിലായിരുന്നു. പക്ഷെ എത്ര ആലോചിച്ചിട്ടും പ്രകൃതി രമണീയമുള്ള ഒരു സ്ഥലം കിട്ടുന്നില്ല ഗൈസ്. ഞങ്ങൾക്ക് ഒരു സ്ഥലമുണ്ട്, അത് അതെ, പക്ഷെ ചായ എങ്ങനെ ഉണ്ടോന്ന് അറിയാൻ പറ്റും. ഓ, ചായയുടെ കാര്യത്തിലാണ് നീ അങ്ങോട്ട് പോവാത്തല്ലേ, അല്ലാതെ പാർവതിയുടെ വീട് അവിടെ ആയതുകൊണ്ടല്ല. ഞാനൊന്നും പറയില്ല. കാര്യം വെച്ചാൽ ഞാൻ എന്ത് പറയില്ലെന്ന് ഒരു അനുസരണ ഇല്ലാത്ത എഡിറ്ററും അതിനേക്കാൾ അനുസരണ ഇല്ലാത്തൊരു മുതലാളി. അവന്റെ അടുത്ത് ഇടലെന്ന് പറഞ്ഞ സാധനം മാത്രം എടുത്ത് അവൻ വീഡിയോ അപ്പൊ അങ്ങനെ സന്ദീപ് നമ്മളെ പ്രകൃതി രമണി ഇല്ലാത്ത കരിയൻ ജംഗ്ഷനിലോട്ട് കൊണ്ടുവരികയാണ്. എന്റെ അടുത്ത് മറ്റേ പരിപ്പോടെ കാര്യം പറഞ്ഞു. പരിപ്പല്ല, ഉഴുന്നോടെ പരിപ്പോടാ ഉഴുന്നോട ഒരു വടയുടെ കാര്യം പറഞ്ഞു. അതിൽ ഞാൻ ആക്കുളത്തോട്ട് പോണോ? അങ്ങോട്ട് പോയാൽ എന്നാ ആക്കുളത്തോട്ട് പോവാം. എങ്ങോട്ടെങ്കിലും വിടും. നമുക്ക് കരിയോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വീട്ടിൽ നിന്ന് 100 മീറ്ററേ ഉള്ളൂ. ആക്കുളം ആവുമ്പോഴത്തേക്കും 3 കിലോമീറ്റർ ഉണ്ട്. പക്ഷെ അവിടെ പോയി നല്ല ചായ കിട്ടൂടാ? കിട്ടും. ഒരിക്കൽ ഉണ്ണാൻ പോയത് ഓർമ്മയുണ്ടോ? എവിടെയാടാ? ഫുഡ് കഴിക്കാനായിട്ട് ഗോകുലത്തിൽ പോയത്. ഗോകുലം ഗ്രാൻഡിൽ പോയത്. അയ്യോ, ഉച്ചയ്ക്ക് ഉണ്ണാനെന്ന് പറഞ്ഞ് ഗോകുലം ഗ്രാൻഡിൽ പോയതാ. ഇറങ്ങിയപ്പോഴത്തേ രാത്രി. ഓക്കെ, അങ്ങോട്ട് പോട്ടെ കേസ്. ഞങ്ങൾ അങ്ങോട്ടാ? ആക്കുളത്തോട്ട്. ആക്കുളത്ത് ചായ കടക്കാൻ പരിചയം ഉണ്ടോടാ? പണ്ടൊക്കെ നമ്മള് സ്ഥിരം പോയിരുന്ന് കുടിക്കുന്ന ഏരിയ ആയിരുന്നു ആക്കുളം. പിന്നെ ആക്കുളം ഭയങ്കരമായിട്ട് കൊമേഴ്ഷ്യൽ വൽക്കരിച്ചു. അപ്പൊ ആള് കൂടിയപ്പോഴത്തേക്കും ആ ഒരു പ്രൈവസിയുടെ ഒരു സുഖം അങ്ങ് പോയി. ഇനിയിപ്പോ അങ്ങനെ നോക്കണം ഗൈസ്, ഈ നമ്മുടെ ഈ ശ്രീകാര്യം ഈ ഏരിയയിൽ എവിടെയെങ്കിലും പ്രകൃതി രമണി എൻജോയ് ചെയ്ത് ചായ കുടിക്കാൻ പറ്റിയ സ്പോട്ട് ഉണ്ടെങ്കിൽ ഗൈസ് നിങ്ങൾ കമന്റ് ചെയ്യാം. ഇനി കമന്റ് ചെയ്ത് സ്പോട്ട് ലീക്ക് ആവുന്ന ടെൻഷൻ ഉണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യാം. ഇതെല്ലാം അറിയിക്കാം. നമുക്കൊന്ന് ഇങ്ങനെ അത്യാവശ്യപ്പെട്ട ഒരു ചായ കുടിക്കാനായിട്ട് ഒരു സ്ഥലം വേണം. ആദ്യം പറഞ്ഞ സ്ഥലത്ത് അടുപ്പിലാണ് ചായ ഉണ്ടാക്കുന്നത്. ഞാൻ പറഞ്ഞ സ്ഥലത്ത് അടുപ്പിലെ ചായ. കേരള തീർത്ത് ഇങ്ങോട്ട് നിനക്ക് താല്പര്യമില്ലല്ലോ. ഇങ്ങോട്ട് പോണ്ടല്ലേ? പോണോ? അതിന് മക സൂം ചെയ്തെടുത്തു. നല്ലപോലെ കാണണം പാർവതി. ബൈ ദ ബൈ, പാർവതി മകളെ സുഖമാണ് എനിക്ക്. എന്തുകൊണ്ട് വിശേഷം? ഇതൊക്കെ പറഞ്ഞെന്നും പറഞ്ഞ അവളങ്ങനെ ഒന്നും ആടി ഉലയുന്നതല്ല. ആ പായ്ക്കപ്പൽ അങ്ങനെ ആടി ഉലയില്ല സാർ. സന്ദീപ്, നിനക്കൊരു പ്രകൃതി രമണിയുള്ള സ്ഥലം പറഞ്ഞു തരാടാ. കായലൊക്കെ ഉണ്ടല്ലോ. നിനക്കൊരു സ്ഥലം പറഞ്ഞു തരാടാ. ഗാന്ധിപുരത്തൊന്നും ഇല്ലേ? ഇല്ലേ? ചായയെ കുടിക്കാറില്ല. എല്ലാ വീട്ടിൽ തന്നെ ചായ. ഓ, ഇടാ, കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴത്തേക്ക് ഒരു കടയടാ, ഒരു പാടം, അത് നല്ല രസമായിരുന്നു. ഏറ്റുമാനൊന്നും പോകാൻ പറ്റില്ല, ആക്കുളത്തോട്ട് പോടാ. ഇവിടെ ഇത്രയും ഒരു തോട് പോലും ഇല്ല എന്നുള്ളതാണ്. എടാ, ഗാന്ധിപുരത്ത് ഒന്നും ഇല്ലേടാ. തോടിന്റെ അല്ല, ചായ കിട്ടണ സ്ഥലം. ചായയുടെ സ്ഥലമുണ്ടോ? പക്ഷെ അതൊരു രമണി അണിയൊരു തോടുണ്ട്, സ്ഥലമുണ്ട്. പിന്നെ ചായക്കടയില്ല. ചായക്കട. അവിടെ ഒരു ചായക്കട ഇട്ടാലേടാ? സെറ്റ് ചെയ്യാൻ ഒരു ചായക്കട. സ്ഥലം ഒന്ന് പോവാ. ചായക്കടയും KFCയിലെ ചിക്കൻ പക്കോടയും പൊളിക്കും. ഒരു സ്വിമ്മിംഗ് പൂളും എല്ലാം കൂടെ ആകുമ്പോ അടിപൊളിയായിരിക്കും. സ്വിമ്മിംഗ് പൂളാ? നമുക്ക് ചായ കുടിച്ചൊരു ഒന്നും പറയാൻ പറ്റാത്ത $multi-million ഡീലാക്കി. ചെറിയ പരിപാടി വലിയ പരിപാടി. നമ്മള് പറഞ്ഞ നമുക്ക് അവിടെ ചായക്കട സെറ്റ് ചെയ്യണം കംപ്ലീറ്റ്. ചായ കുടിക്കാൻ സ്വിമ്മിംഗ് പൂളിൽ ചാടും. ഓ, എടാ, ഒരു വെറൈറ്റി. ഇപ്പൊ നമ്മളിങ്ങനെ നിക്കാണ്, ചായ കുടിക്കണം. സ്വിമ്മിംഗ് പൂൾ കണ്ട ചാടോ ഇല്ലേ? ചാടൂല. നീ ചാടൂലേ? എടാ, ചായ കുടിക്കാൻ പറഞ്ഞവരെന്തിനാ ചാടണത്? ഒരു എന്റർടൈൻമെന്റ്. നമ്മളെ ചാടും. ഞാൻ സമയം കിട്ടണേ ചാടും. പക്ഷെ ഒരു നിക്കർ അത്യാവശ്യം വേണ്ട, ഒരു നിക്കറും കൂടെ അവിടെ വെക്കണം. നിക്കർ ഒരു നിക്കർ വാടകയ്ക്ക് കൊടുക്കണം അല്ലേ? വാടകയ്ക്ക് ഉണ്ടോ? ഒരു നിക്കറൊക്കെ വാങ്ങിച്ചു വെക്കാം. എപ്പോഴാണ് ആവശ്യം പറഞ്ഞാൽ നടന്നത് പറയാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴായിരിക്കും ആൾക്കാർ ഇത് ക്ലിക്ക് ആവണല്ലേ. ചായയും സ്വിമ്മിങ്ങും നൈസായിരിക്കും. സ്വിമ്മിംഗ് പൂളിൽ കിടക്കുമ്പോ ചായ കൊണ്ടുവരും. ഈ വീഡിയോ ഇറങ്ങി 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് ചേട്ടാ, ഞങ്ങളൊരു ചായക്കട വിത്ത് സ്വിമ്മിംഗ് പൂള് തുടങ്ങിയിട്ടുണ്ട്, ചേട്ടാ ഇനോഗ്രേഷൻ പറഞ്ഞു. ഇനോഗ്രേഷന്റെ കാര്യം
കാര്യം പറഞ്ഞപ്പോഴാണ് നാളെ നമ്മള് പാലാരിവട്ടത്ത് ഒരു ബ്യൂട്ടി സലൂൺ ഇനോഗ്രേറ്റ് ചെയ്യാണ് ഗൈസ്. ഈ വീഡിയോ ഇറങ്ങുമ്പോഴത്തേക്കും മിക്കവാറും ഇനോഗ്രേഷൻ ചെയ്ത് ഞാൻ കഴിഞ്ഞാണ്. മറ്റന്നാ, അതായത് ഇപ്പൊ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് നാളെ നമ്മൾ പനമ്പള്ളി നഗറില് ഒരു ഡ്രസ്സിന്റെ ഒരു ഷോപ്പ് ഇനോഗ്രേറ്റ് ചെയ്യാണ്. ആ ഡ്രസ് ഷോപ്പിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? നമുക്ക് 60 സെക്കൻഡ് 60 പ്ലേസ് വീഡിയോ ചെയ്തപ്പോഴത്തേക്കും കാസർഗോഡ് നിന്ന് ഒരു ടീമാണ് ഡ്രസ്സ് തന്നത്. നിങ്ങൾ ഓർക്കണുണ്ടാന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അവര്, അതായത് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ ടീമാണ്, അവര് പനമ്പള്ളി നഗറിൽ ഒരു ഷോപ്പ് തുടങ്ങണം. അപ്പൊ നാളെ അതിന്റെ ഇനോഗ്രേഷൻ ആണ്. അതിന്റെ പോസ്റ്റർ ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ഗ്യാപ്പ് കിട്ടുകയാണെങ്കിൽ നമുക്ക് കാണാം. ചായ കുടിക്കാൻ പോട്ടെ. അതെ, സ്വിമ്മിംഗ് പൂൾ അല്ലേ? സ്വിമ്മിംഗ് പൂളുള്ള ചായക്കട പോവാം ഗൈസ്. ആക്കുളത്ത് ഇതായിരുന്നു ഞാൻ പറഞ്ഞ പണ്ടത്തെ ഞങ്ങളുടെ ചായക്കട. ഇവിടെ ബെഞ്ചിലായിരുന്നു ഞങ്ങൾ പണ്ട് ഇരുന്നോണ്ടിരുന്നത്. അപ്പുറത്ത് പ്രകൃതി രമണിയുണ്ട്. അത് പൂട്ടിച്ചെന്ന് തോന്നടാ. എല്ലാം പോയടാ, നശിച്ച് ഒന്നുമില്ല ഗൈസ്. എനിക്ക് അതുപോലെ എനിക്ക് നശിച്ചുള്ള സ്ഥലം എവിടെയെന്ന് അറിയാമോ? നമ്മളെ സൂ ഉണ്ടല്ലോ, സൂവിന്റെ അകത്തൊരു കുളം ഉണ്ടല്ലോ. അയ്യാ, ഇവിടെ പൈനാപ്പിളേ ഉള്ളു. പൈനാപ്പിൾ തിന്നാൻ പറ്റുമോ? വേണ്ട. പക്ഷെ ഇവിടെ സീനറി ഉണ്ട് ഗൈസ്, പക്ഷെ കടയില്ല. ഞങ്ങൾ ഒന്നുകൂടെ തപ്പി നോക്കാം ഗൈസ്. ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നുള്ളതിന്റെ എക്സാമ്പിൾ ആണ് ഞങ്ങൾ. രമണിയൊന്നും ഇല്ല, ഐ മീൻ ഇത്ര രമണിയേ ഉള്ളൂ ഗൈസ്. കായലോ തോടോ, ഹലോ കായലോ തോടോ ഒന്നുമില്ല. ഈ കുറച്ച് എന്തിന്റെയോ തൈകള് കാണാം. ഇതാണ് കട കേട്ടോ, കസിൻസ് കിച്ചൺ. അതെ. ഓ, പറഞ്ഞാൽ ഇതിന്റെ അപ്പുറത്ത് കായലാണ്. നമ്മൾ മനസ്സിൽ ഇമാജിൻ ചെയ്തിട്ട് കുടിക്കണം. അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. ഓ, കരിയത്ത് നിന്ന് ഇമാജിൻ ചെയ്താലും മതിയായിരുന്നു. അപ്പൊ ഇവിടെ നിന്ന് ചായ കുടിക്കാം ഗൈസ്. എനിക്കൊരു ലൈറ്റ് മധുരം കുറച്ച് മുളക് ബജി. ഉള്ളിവട എങ്ങനെ ഉണ്ടോ? ഓയിലിയാണ് കേട്ടോ. ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ ഇരിക്കാം. നമുക്ക് ചായ കൊണ്ട് പോവാടാ. ഇത് കൊള്ളാന്ന് തോന്നുന്നു. ചായ വന്നു. എന്റെ അത് മധുരം കുറച്ചൊരു ലൈറ്റ്. ഈ മരത്തിന്റെ മോട്ടിൽ നമുക്ക് ഇരിക്കാം ഗൈസ്. ഐ മീൻ ഈ സ്പോട്ടിൽ. ഓക്കെ, ഉള്ളത് എത്രയും പെട്ടെന്ന് അടി കൊള്ളാം. നല്ല ചായക്കട. അതെ, ഇത്ര ആള് വരൂലടാ വയലിൽ ചെയ്താലേ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ല സ്പോട്ട് ആയോണ്ടാ, സ്ഥാപനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആള് വരും. മറ്റേത് നമ്മളെല്ലാരും കൊണ്ട് ഇന്ന് രാവിലെ തൊട്ട് ഈ രണ്ട് ചായ വീതം കുടിക്കേണ്ടി വരും. ചെമ്പഴത്തി കോളേജ് ഉള്ള ഒരു വണ്ടി പിടിച്ചുകൂടെ വരും. നമുക്ക് ചായ കുടിച്ചോട്ടെ. നമ്മളെ സബ്സ്ക്രൈബർ പിള്ളേരെ കിട്ടി. എവിടെ പഠിക്കണേ നിങ്ങള്? എന്താടാ, പള്ളിയിലച്ഛനാണോ? ഓ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പഠിക്കുകയാണല്ലേ? ആ, ഓക്കെ. എന്താ പഠിക്കണേ? ഹലോ, അവിടെ ഇരുന്ന് ആരോ വീഡിയോ എടുക്കാൻ നോക്കണം. ഇന്റർപ്രറ്റർ ആയിട്ടോ ആണോ ബ്രോ? ആണോ? സബ്സ്ക്രൈബേഴ്സിന്റെ അടുത്ത് എന്തെങ്കിലും പറയുമോ ആംഗ്യ ഭാഷയില്? കാണുന്നത് മീറ്റ് ചെയ്തതില് സർപ്രൈസ് ആയിട്ടുണ്ട്, സന്തോഷമായിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആണോ? ചേച്ചിയുടെ പേരെന്താ? ചേച്ചിയുടെ നെയിം ജ്വാല. ഹായ് ജ്വാല. പറയാ അത്ര എളുപ്പമുള്ള പേരല്ല കേട്ടോ. സന്തോഷം നിങ്ങളുടെ കണ്ടതില്ല കേട്ടോ. താങ്ക് യു. ഹാപ്പി, ഞങ്ങള് ഹാപ്പി. ഓക്കെ, ചായ കുടിക്കാം. ഇവരെ ഇടയ്ക്ക് നമ്മൾ പെട്ടുപോവേണമെങ്കിൽ നമുക്ക് ഇപ്പൊ എന്തിനാ പറഞ്ഞത്? ചെല്ലമംഗലം ഡിസൈഫർ ചെയ്യാണ് സുഹൃത്തുക്കളെ. നമ്മൾ ട്രിവാൻഡ്രം എങ്ങനെയാണ്? ഇങ്ങനെയല്ലേ? അതെന്താ എന്റെ അർത്ഥം? കഴുത്തി കടിക്കുമെന്നാണോ? ചിരിക്കുന്ന ശ്രദ്ധിച്ചില്ലെങ്കിൽ പോകും കേട്ടാ. സംഭവം എടാ, നിങ്ങളിത് പഠിക്കുന്നതാണോ? കർണാടക. ഓ, ഏമണ്ടി. ആ, തെലുഗു. ഓ, ഇട കന്നഡയിൽ എന്തെങ്കിലും പറഞ്ഞാടാ? ಗೊತ್ತಿಲ್ಲ. അതാണ് ಗೊತ್ತಿಲ್ಲ എന്നുള്ളത്. ഒരു വ്യക്തിയുടെ ഈ ഒരു സൈൻ വന്നിട്ടുള്ളത് വ്യക്തിയുടെ മുന്നത്തെ ഒരു പേരുമായി റിലേറ്റഡ് ഉള്ള ഒരു സൈനാണ്. കൊല്ല ഇങ്ങനെയാണല്ലേ? അപ്പൊ പത്തനംതിട്ട. ഓ, ഓക്കെ. അപ്പൊ കർണാടകയിലുള്ളവർക്ക് ഇതൊക്കെ മനസ്സിലാവോ?
പഠിക്കാം. നമ്മൾ IS ലാ പഠിക്കുന്നത്, ഇംഗ്ലീഷ് സൈൻ ലാംഗ്വേജ്. ASL അമേരിക്കൻ സൈൻ ലാംഗ്വേജ് അല്ലേ? അതാണ് എനിക്കൊന്ന് ഏറ്റവും അറിയാം അല്ലേ? ഓ അപ്പോ ISL പഠിക്കാൻ വന്നേക്കുന്നതാണ്. വീട്ടില് അപ്പനും അമ്മയും ഡെഫാണ്. ഡാഡിയും ഡെഫാണ്. ഓഹോ ഓടാന്ന് പറയാം. ചിൽഡ്രൻ ഓഫ് ഡെഫ് അഡൾട്ട്. ഇവര് കുറച്ചും കൂടി ബേസ് ഉണ്ട്. ഇവര് വീട്ടില് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വന്നിട്ടുള്ള കുറച്ചും കൂടി ബേസ് ഉണ്ട്. ഓക്കെ. ആലപ്പുഴ എങ്ങനെയാ പറയണേ? ആലപ്പുഴ കാണിച്ചിട്ട് ഇങ്ങനെ പുഴ. ഓ ആലപ്പുഴ. പിന്നെ എറണാകുളം. എറണാകുളത്തിന്റെ ഈ അല്ലേ? കോട്ടയോ? എന്താ കോടി പോയോണ്ടാണോ? കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി. ഓ ഇടുക്കിന്റെ ഇടയില് ഈ അതാണ് ഇടുക്കിയുടെ. ഓക്കെ. എറണാകുളം, തൃശ്ശൂര് എന്താ സല്യൂട്ടാണോ? തൃശ്ശൂർ ഇങ്ങനെ കാണിക്കുന്നത് അതാണ് സെന്ററിൽ നിന്നുള്ള ഒരു ഇത്. ഓഹോ തൃശ്ശൂര്. പിന്നെ കണ്ണൂര്, കോഴിക്കോട്, കോഴിയുടെ കാസർഗോഡ്, പാലക്കാട്, PG. ഓഹോ കാസർഗോഡ്, എന്ത് ഒരെണ്ണം വിട്ടു? മലപ്പുറം ഇങ്ങനെയാണ്. വയനാട്. ഇവിടെ കണ്ടാടാ നന്ദു. പിന്നെ 14 ജില്ല ഞാൻ പഠിച്ച്. എളുപ്പമുള്ള തിരുവനന്തപുരം. ഇങ്ങനെ അല്ല മറ്റവരുടെ നിന്റെ കഴുത്തി പിടിക്കണം. ടാസ്ക് ആണല്ലോ സത്യമായിട്ടും ബ്രോ. അത് പഠിച്ചെടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ആവശ്യം വരേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഡിസേബിൾഡ് ആയിട്ടുള്ള പ്രോഗ്രാം പല സ്ഥലങ്ങളും വോളണ്ടിയേഴ്സ് ആയിട്ട് ഞങ്ങളാണ് പോയല്ലേ? എന്തെങ്കിലും ആവശ്യത്തിന് പോലീസ് സ്റ്റേഷനിലേക്കോ എന്തെങ്കിലും ഇവരുമായി റിലേറ്റഡ് എന്തെങ്കിലും ഹോസ്പിറ്റലിലേക്ക് മനസ്സിലായി. അടിപൊളി. എന്തായാലും ഒരുപാട് സന്തോഷം കേട്ടോ എല്ലാവരും കണ്ടതില്. എനിക്ക് സൈൻ ലാംഗ്വേജിൽ ചീത്ത വിളിക്കണ എങ്ങനെയാണെന്നോട് ചോദിക്കണമെന്നുണ്ടായിരുന്നു. വേണ്ടല്ലേ? ചീത്ത വിളിക്കാറുണ്ടോ? ചെറിയ എന്തെങ്കിലും ചീത്ത, പട്ടി തണ്ടി എന്നൊക്കെ വിളിക്കണാണെങ്കിൽ ഒന്ന് എന്താടാ? ഡോഗ് കാണിച്ചേടാ. അതെ ഇമ്പോർട്ടന്റ് ആണ്. എന്തായാലും ഭയങ്കര സന്തോഷം കേട്ടോ എല്ലാവരും കണ്ടതില്. എന്താ എന്തോ പറയാൻ താങ്ക് യു എന്ന് പറയാടാ. ഇങ്ങനെയല്ല. എവിടെ? വെൽക്കം. ഫോട്ടോ എടുക്കുന്നതിന് എങ്ങനെയാ സൈൻ ലാംഗ്വേജ് പറയുന്നത്? ഫോട്ടോ അങ്ങനെ കാണിച്ചാ എടുക്കാതെ. ഓക്കെ സെറ്റ്. ബൈ ടാറ്റാ. പോവാണ് ഞങ്ങള്. സോനു അപ്രതീക്ഷിതമായിട്ട് എന്തൊക്കെയാടാ പഠിച്ചത്? അതെ സത്യോടാ. ചായ പ്രകൃതി രമണി അന്വേഷിച്ച് വന്നോണ്ടല്ലേ ഇപ്പൊ കിട്ടിയത് നമുക്ക്. എടാ അത് അങ്ങനെയല്ല. ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടെയാണ് ഈ പിള്ളേര് പഠിക്കുന്നത്. ഇതാണ് നിഷ്. അപ്പോ സൈൻ ലാംഗ്വേജിൽ ഭാവിയിൽ ചിലപ്പോ ഇവർ TV വാർത്ത വായിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ആ ഡെഫായിട്ടുള്ള ആ പയ്യന്മാര് അവര് ടീച്ചേഴ്സ് ആവാൻ വേണ്ടി പഠിക്കുന്നതാണ്. ഭയങ്കര സ്നേഹമുള്ള പിള്ളേര് കേട്ടാ. രസമുണ്ട്. ആണ് എടാ. ഇത് വേറെ തന്നെ ഒരു കാറ്റഗറിയാണ്. അതെ അത് എന്ന് പറഞ്ഞാൽ അവര് നോർമലി സംസാരിക്കുമ്പോ തന്നെ പിള്ളേര് സൈൻ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ താങ്ക് യു എന്നൊക്കെ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് വരുന്നുണ്ട്. അവരെ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെയാണ് പിള്ളേർ പഠിക്കുന്നത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ്. അടിപൊളി. എന്തായാലും ആക്കുളം വരെ വന്നേല്ലേ ഗൈസ്. കുറെ നാളായി നമ്മള് ടൂറിസ്റ്റ് വില്ലേജിലോട്ടൊന്ന് കയറിയിട്ട്. വില്ലേജിന്റെ അയ്യൊക്കെ ഊരി കിടക്കണടേ. പണ്ടൊക്കെ സ്ഥിരം വരണ സ്പോട്ടായിരുന്നു ഗൈസ്. എടാ എന്തോരം ചെടിയടാ ഇവിടെ ഇരിക്കണത്. അതെ അവിടെ പോകുമ്പോ വേണേ പറഞ്ഞ എടുത്തോണ്ട് പോവാം. ഇപ്പം ഇത് ശീലമായിടാ. എനിക്ക് എവിടെയെങ്കിലും ചെന്ന് ചെടി കണ്ടു കഴിഞ്ഞാലേ ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ നടക്കണ്ട. ചെടി വാങ്ങിച്ചോണ്ട് പോയതല്ലോ. ചെറിയ ചെടിയാണെങ്കിൽ കുഴപ്പമില്ല. വണ്ടിക്കകത്ത് കയറും.
അയ്യോ കുറെ നാളായി നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട്. സ്കൂൾ പിള്ളേരൊക്കെ ടിക്കറ്റ് എടുക്കണമെന്ന് തോന്നുന്നു. ആ ക്യാഷ് ഉണ്ട്. ആ നന്ദുവിന്റെ ക്യാഷ് കാണും ഗൈസ്. എടാ ഞാനേടാ കുറെ കാലത്തിന് ശേഷം കുറെ കാലമായിട്ട് ക്യാഷ് കൈ കൊണ്ട് നടക്കണ ഒരേ ഒരു ഇടത്തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. എപ്പോ നോക്കിയാലും അവന്റെ ക്യാഷ് കാണും ഗൈസ്. കാലങ്ങളായിട്ട് നമ്മൾ കൈ ക്യാഷ് വെക്കാറില്ല, കാരണം UPI വന്നതിന് ശേഷം. ഇതുപോലുള്ള സ്ഥലത്തൊക്കെ വരുമ്പോഴത്തേക്കും ക്യാഷ് കയ്യിലുള്ള നല്ലതാണ്. ഏതോ സ്കൂളിൽ നിന്ന് പിള്ളേര് വന്നിട്ടുണ്ടെന്ന് തോന്നട്ടാടേ. എനിക്കൊന്ന് എക്സ്കർഷൻ വല്ലതും കൊണ്ടുവന്നതാണോ എന്തോ. സമപ്രായക്കാരായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എവിടെ സമപ്രായക്കാര് ആണാ? എന്തോ ഒരു ദിവസം പറയണ കൊച്ച്. പിള്ളേരെടുത്ത് കറക്കുന്നിന്നെ ഇവിടെ ഇവിടെ ഗ്ലാസ് ബ്രിഡ്ജ്. ഓ അതാണല്ലേ ഗൈസ്. ദോണ്ട മണ്ടയിൽ കണ്ട ഒരു സാധനം. ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് മറ്റേ ബഞ്ചി ജമ്പിങ് പ്ലാറ്റ്ഫോം ഒക്കെ ഓർമ്മ വരണ്ട. ആ ഇത് നമുക്ക് നടക്കാനുള്ള ഗ്ലാസ് ബ്രിഡ്ജ്. അധികം പൊക്കമില്ല. എത്ര രൂപ 200 രൂപ. എടാ ഇവിടെ കൊട്ടവഞ്ചിയുണ്ട്. ഇതെന്തരടാ? ഇത് അടച്ചേക്കണം, എന്റെ മേളിലോട്ട് കയറി കൂടാന്ന്. ഓ ഇത് മറ്റേ സ്കൈ സൈക്ലിംഗ് ആണെന്ന് തോന്നുന്നു. അല്ലെ സിപ്പ് ലൈൻ. ആള് കാണൂലായിരിക്കും, അല്ലെ മെയിൻ്റനൻസ് കാണൂലായിരിക്കും. ഞാൻ പണ്ട് എന്റെ ഒരു Q&A എടുക്കാനായിട്ട് ഇവിടെ വന്നിരുന്ന് എടുത്തിട്ടുണ്ട്. ആ ഓർമ്മ വന്നു എനിക്ക്. എടാ പിള്ളേരാൽ വ്യാപിക്കപ്പെട്ട് കിടക്കുകയാണ് കേട്ടാ ഈ സ്ഥലം. ഹലോ വർഷ ചേച്ചി വീട്ടിൽ മകളെ അന്വേഷിച്ചായിട്ട് പറഞ്ഞേക്കാം. വർഷയ്ക്ക് വോട്ട് കിട്ടിയതാ. എല്ലാവർക്കും ഹായ്. ഏത് സ്കൂളാ നിങ്ങള്? ഏതാ ഏതാടാ എന്താ മക്കളെ ഇങ്ങ വന്നേടാ? സ്കൂൾ നോക്കട്ടെ ഏതാണെന്ന്. ഡയറ്റ് സ്കൂളോ? അതെന്താടാ ഡയറ്റിന്റെ ഫുൾ ഫോം എന്താ? ഓ മിടുക്കി, ഒരാക്കെങ്കിലും അറിയാലോ. സന്തോഷം എല്ലാവരും കണ്ടേലോ കേട്ടോ. നമ്മൾ അങ്ങോട്ട് നടക്കട്ടെ. ടാറ്റ. എല്ലാവരും ഞാൻ ബ്ലോഗ് ഇടാം. എന്താടാ ആണാ? താങ്ക് യു. വർഷ ചേച്ചിക്ക് സുഖമാണ്. നീ അന്വേഷണം പറഞ്ഞേക്കാം. നിങ്ങൾ പറഞ്ഞോ ഹായ്? വർഷ ചേച്ചി പറഞ്ഞോ? ഓക്കെ ശരി, ഞാൻ പറഞ്ഞേക്കാം. ഇത് അന്ന് കല്യാണ മണ്ഡപത്തിൽ വെച്ചിട്ടേ ഹാഷിമിന്റെ അന്ന് നീ അവളെ കൊച്ച് ക്ഷീണിപ്പിച്ചതിന് ഉള്ള പരിഹാരമാണ് ഇപ്പൊ നടന്നത്. അവളില്ലായിരുന്നു നന്നായി, ഇല്ലെങ്കിൽ പൊങ്ങിപ്പോയത്. 10 വർഷം കഴിയുമ്പോൾ ഇലക്ഷൻ നടത്തണം. അപ്പോഴേ ഈ പിള്ളേരൊക്കെ അയ്യോ ആരാ? ഹായ്. അവിടെ എന്ന് പറയാം മണക്കൂസ് പിള്ളേര് ഹായ് പറഞ്ഞു കേസ്. അതെ നമ്മൾ എങ്ങോട്ടാണ് പോകണം? ഗ്ലാസ് ബ്രിഡ്ജിലോട്ടാണ് ഗൈസ്. ഇത് ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ, ഇവിടെ ആംബിയൻസ് ഒക്കെ ഉണ്ട് ഗൈസ്. ഈ മലയുടെ മണ്ടേ കയറിയപ്പം ഇതായിരുന്നു നമ്മൾ നോക്കി വന്ന പ്രകൃതി രമണി. നമ്മൾ പറഞ്ഞില്ലേ അവിടെ കായലുണ്ടെന്ന്. പക്ഷെ മൊത്തം മുട്ടപ്പായലും ഇപ്പൊ കാണാനുള്ളെങ്കിലും കായലും റോഡും എല്ലാം ഉണ്ട്. ഇവിടെ ഇരുന്ന് ചായ കുടിച്ചാലും മതിയല്ലോ. അവിടെ ഇരുന്ന് ചായ കുടിച്ചാൽ മതി, പ്രകൃതി രമണി കിട്ടും. എടുക്കാമല്ലോ. ഹായ്, എന്താ പേര്? ആണോ? ടൂറിസം ആണോ? ഓക്കെ ഓക്കെ, സന്തോഷം. എന്തായാലും ഇതിന്റെ മണ്ടേ നിൽക്കുന്ന ആരുടെയോ റിലേറ്റീവ് ആണ്. ഓ കേട്ടോ. ഹലോ ബ്രോ. ആണോ? ഓ ഭയങ്കര ഭീകര ലുക്കിലൊക്കെയാണല്ലോ. അന്തു എത്ര രൂപ ടിക്കറ്റ്? 200. ഓ അഡൽട്ടിനല്ലേ? ഞാൻ ചെരുപ്പിടാത്തത് കൊണ്ട് കൊള്ളാം. ഓ ഗൈസ്, അപ്പൊ ഇതാണ് ട്രിവാൻഡ്രത്ത് ഇപ്പം പുതിയതായിട്ട് ഇനോഗ്രേറ്റ് ആയ ഗ്ലാസ് ബ്രിഡ്ജ്. ഇവിടെ നിന്ന് നോക്കിയാൽ താഴത്തെ എയർഫോഴ്സ് മ്യൂസിയം കാണാം. അതാണ് എയർഫോഴ്സ് മ്യൂസിയം. ഇതാണ് ആക്കുളം ഉള്ള സ്വിമ്മിംഗ് പൂള്. എന്തരടാ? ഓപ്പോ ശരിയാണല്ലോ, ഇത് ഗ്ലാസ് ആയിരുന്നല്ലോ. ബുദ്ധിയില്ല. മറ്റേ ബഞ്ചി ജമ്പിങ്ങിനായപ്പോഴേ മറ്റേ കുറവ് കൊല്ലത്തോടെ തുണിയും മണിയും മറ്റേ ബെൽറ്റ് ഒന്നും വേണ്ട, നടന്നു പോയത്. ഇപ്പൊ താഴോട്ട് നോക്കിയാണ്ട. ഓ അതാവും, അതിനുവേണ്ടിയാണല്ലോ ഇവരുണ്ടായി. അയ്യോ മറ്റേ എന്തരടാ ചില്ല് പൊട്ടണ എഫക്ട് അല്ലേ? ഇതിന്റെ മണ്ടയിൽ നിന്ന് തന്നെ പറയണം നിനക്ക് ചില്ല് പൊട്ടണ എഫക്ട്. സന്ദീപേ, നമ്മള് മലപ്പുറത്ത് പോയ ഓർമ്മ ഉണ്ടാടാ. അവിടെ ഇതിനേക്കാളും ഹൈറ്റ് ആണ് കേട്ടാടാ. ഓ അതെ 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 അതെ. പക്ഷെ ഇത് നല്ല ട്രാൻസ്പെറന്റ് ഗ്ലാസ് കേട്ടാ അവരിട്ടേക്കണത്. പുതിയ ഗ്ലാസ് അല്ലേ? പേടി പേടിക്കാ താഴോട്ട് നോക്കാതിരുന്ന ബഞ്ച് ചെയ്തതിനു ശേഷം എനിക്ക് പേടിയോറുള്ള ഹൈറ്റ് ക്രമാതീതമായി ഒന്ന് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷെ നീ മനസ്സിലാക്കാനുള്ളത് കണ്ണാടിയാണ്, പൊട്ടിക്കഴിഞ്ഞാൽ താഴെ പോകും. കണ്ണം തിരിഞ്ഞ വർത്താനം എന്തിനാ പറയണേ എന്നെ പണ്ട്? നമ്മൾ ഇതിന്റെ അകത്ത് നോക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതങ്ങനെ ചിന്തിക്കണം അല്ലേ? നീ
എന്തൊരു ആ ഇവിടെ നിന്ന് കഴിഞ്ഞാ എടാ ഇതാണ് ഡീപ്പസ്റ്റ് പോയിന്റ് ഗൈസ്. ഓ ഇവിടെ നല്ല ഒന്നും വരരുത് കേട്ടാ. നിന്ന് നോക്കണം എന്ത് ചെയ്യാൻ നടുക്ക് അവിടെ നിന്നോ ചാടി നോക്കുന്നു. ഇതിന്റെ സ്പെസിഫിക്കേഷൻ പറ, എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകത? എത്ര ഹൈറ്റ് ഉണ്ടടാ ഇത്? 70 അടി. ആ 117 അടി. 117 മീറ്റർ. ഓ മീറ്ററാണ് അത് ഭീകര പൊക്കോടാ. ഇവിടെ സ്വിമ്മിംഗ് പൂളിൽ ചാടി കഴിഞ്ഞാൽ എന്തെങ്കിലും പറ്റും? സ്പോട്ടിലെന്തൊക്കെ ഇവിടെ ഒരു ചായക്കട വെക്കണം അല്ലേ? വെള്ളോ അടിയിലാടാ. പക്ഷെ ഇത് ശരിക്കും ഹൈറ്റ് പേടിയുള്ളവരാണ് ഇത് മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ. കാരണം വലിയ കുഴപ്പമില്ല, എന്നാലും ഹൈറ്റ് പേടിയുള്ളവരാണെ പേടിക്കും. അതെ കൊള്ളാം. ഹൈറ്റ് പേടിയുള്ളവർ എന്റെ കൂടെ വാ, നമുക്കൊരു POV നടത്താൻ ചാമ്പി കൊടുക്കാം. ഒപ്പോ ഇങ്ങനെ നോക്കി കിടക്കുമ്പോ ടെൻഷൻ ആവും കേട്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രെയിനിന് ചിന്തിക്കാൻ സമയം കൊടുക്കുകയാണെങ്കിൽ ബ്രെയിൻ മുന്നോട്ട് പോകൂല. അയ്യോ എന്തരടാ കൊട്ടവഞ്ചിയാണോ? എടാ നീ എടാ ഇതെന്തരുത്? അതെന്താണത്? എന്തൊരു ഓ ഞാൻ പേടിച്ചു പോയടാ. ഞാനൊരു സോനൂടെ പുകച്ച് പുറത്ത് അടിക്കണം. എടാ ഇവിടെ വെച്ചിങ്ങനെ വെഡിങ് ഫംഗ്ഷൻ അതൊക്കെ നടത്താൻ പറ്റുമോ? സേവ് ദ ഡേറ്റ് ഷൂട്ടൊക്കെ ഇവിടെ വെച്ച് എടുത്താൽ നൈസ് ആയിരിക്കും കേട്ടോടാ. എടുത്തിട്ടുണ്ടല്ലേ? നൈസ് ആയിരിക്കും. എടാ നീ എടാ സോനു അങ്ങോട്ട് നോക്കിയിട്ട് നടക്കണം എന്ന് പറഞ്ഞാൽ അത്ര ഒരു ഡിസ്റ്റൻസ് നോക്കിയിട്ട് നീ ഫ്രണ്ടിലോട്ട് നടന്നു നോക്കിയാണ്. അപ്പം ബ്രെയിനിന് തോന്നും നമ്മൾ കുഴിയിലോട്ടാണ് നടക്കണേന്ന്. ഇല്ലേ? ആ അതാണ്. ഓ ഇവിടെയൊക്കെ നടക്കുമ്പോ ഒരു പേടി ഉണ്ട് കേട്ടോ ഗൈസ്. എടാ നന്ദു താഴോട്ട് നോക്കി വന്നേടാ. എടാ താഴോട്ട് നോക്കി എടാ താഴോട്ട് നോക്കി നടന്നാണോ 2 മിനിറ്റ്? താഴോട്ട് നോക്കി നടാ, വീഴൂല നീ. ആ ഓരോ ഓ പേടിച്ചോ ചേച്ചി. ഹലോ ഇവിടെ സ്റ്റാർ തൂക്കിയെന്നു. ഇവിടെ നിന്ന് വീഴണമെങ്കിൽ നീ വെള്ളത്തിൽ പോകടാ. കുഴപ്പമില്ല, സേഫാണ്. കാരണം ഇവിടെ നിന്ന് താഴെ മറ്റേ കുളമാണ്. അവിടെ കൊട്ടവഞ്ചിയുണ്ട്. കൊട്ടവഞ്ചി കയറണാടാ. കൊട്ടവഞ്ചിയിൽ ആളിനെയോ? ഇല്ല. അറിഞ്ഞിരിക്കേണ്ട ആരാണ്? ഇല്ല ചേച്ചി അതാരാണ്? കൊട്ടവഞ്ചിയുടെ ആളറിയാവുന്ന എന്റെ അടുത്ത്. ആ പുള്ളി ഒന്ന് വിളിക്കോ. വിഷ്ണു അവിടെ ഹാർഡ് വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന വിഷ്ണുവിനെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യും. ഹായ്. ആ തംസപ്പൊക്കെ കാണിച്ച് പറഞ്ഞു ഞങ്ങൾ വിഷ്ണുവായിട്ട് ഫ്രണ്ട്സായി. ഓഹോ ആ നടന്നു വെച്ചായിരുന്നു. നല്ല രസമുണ്ട്. ആണോ? നിങ്ങളെവിടെ വർക്ക് ചെയ്യുന്നതാണല്ലേ? ഓ അപ്പൊ സ്റ്റാഫിനെ വിളിച്ച് കാണിച്ചു തന്നാണ്. മനസ്സിലായി. ഇവിടെ ആള് വരാറുണ്ടോ? അത്യാവശ്യം ഉണ്ടല്ലേ? ആ അത് കൊള്ളാടാ, നല്ല നൈസാണ്. പക്ഷെ കൊള്ളാം. നീ എന്തിനാ നീ ഇങ്ങോട്ട് വന്ന് നിന്നാണ് ഇപ്പൊ കെട്ടിയുള്ളവര് കുലുക്കം ഉണ്ടത്. 3 മാസമാവേ ഉള്ളു അല്ലേ? ഫ്രഷാണ് കളക്ഷൻ അല്ലേ? നല്ല കാര്യം. ടൂറിസത്തിന് ഒരു മുതൽക്കൂട്ടായിരിക്കട്ടെ. ഒരുപാട് ആൾക്കാർ വരട്ടെ. ഞാൻ പറയാം ഗൈസ്, നല്ല സ്പോട്ട്. അത്യാവശ്യം വൈകുന്നേരോ സെൽഫി എന്ന് വൈകുന്നേരം കൊഞ്ചിലടിക്കാൻ പറ്റിയ സ്പോട്ടാണ്. പതുക്കെ തിരിച്ചു പോകാം ഗൈസ്. ഏത് ഗ്ലാസ് ഇതോ? അതെങ്ങനെ പൊട്ടിയത്? മെയിന്റനൻസിന്റെ സമയത്ത് എന്തരടാ അത് കറക്റ്റ് അതിൽ ചെന്ന് നിന്നപ്പോ തന്നെ പറയാൻ കാണിച്ച ചേച്ചിയുടെ വലിയ മനസ്സ്. അതെ എടാ അവിടെ വെടിവെക്കാനൊക്കെ പറ്റുമെന്ന് തോന്നുന്നു. ഷൂട്ടിംഗ് റേഞ്ച് ഉള്ള പുലി കയറി എന്താ ഒരു അത് ഞാൻ ഇങ്ങനെ നടന്നടാ താഴോട്ട് നടന്ന് പിന്നെ 2 സ്റ്റെപ്പ്. അതങ്ങനെയാണ്. സിപ്പ് ലൈൻ ചെയ്യണടാ എന്തു
സൈക്കിൾ ഉണ്ടോ? അടിപൊളി. വേണമെങ്കിൽ ചവിട്ടി നോക്കാം. എന്താ നീ ഇല്ലേ? അതെന്തറാ എനിക്ക് തറയോടുള്ള പ്രേമം കൂടുന്നു. അടുത്തായിട്ട് 12D സിനിമ ഉണ്ടെന്ന്. നമ്മള് ഗോവയിൽ പോയപ്പോ എത്ര 8D സിനിമയാണ് കണ്ടത് കേട്ടാ. എടാ ഇത് D മാത്രം. എടാ വാടാ, ഇത് പ്രശ്നമുള്ള സാധനമല്ലേ ഇത്? എടാ പോ. പിന്നെ പാമ്പിന്റെ കാവിന്റെ അടുത്ത് കിടക്കുന്നതിനെ കുറ്റം പറയാൻ പറ്റൂല. ഓ AC കേറട്ടാടാ. ഈശ്വര, ഫ്രണ്ട് ഇരിക്കാണോ നമുക്ക്? നടുക്കോട്ടാണോ നല്ലത്? ഫ്രണ്ടിലാണോ ബെസ്റ്റ്? അപ്പൊ ഫ്രണ്ട് ഇരിക്കാം. ഇങ്ങോട്ട് വേടാ. എല്ലാ സീറ്റിലും അവിടെ ഒരു ഓട്ടോ ഉണ്ടല്ലോ. എന്തിനാണ് അവിടെ തന്നെ ഒരു ഓട്ടോ ഇട്ട് വെച്ചേക്കണത്? മൂലത്തിലാണ് പറയാൻ പറ്റൂല. ഓക്കെ, ഞങ്ങളൊരു 12D പടം കണ്ടു. ഓ ഇത് പിടിക്കാനാണ് അവിടെ വെച്ചേക്കണത്. ഗ്ലാസ് ഉണ്ടോ ബ്രോ? ഉണ്ട്. ഗ്ലാസ് ഒക്കെ ഉണ്ട്. നമ്മളുകൊണ്ട് ഊട്ടിയിലൊക്കെ ടൂറിന് പോണ സമയത്ത് അവിടെ 6D എന്നും പറഞ്ഞിട്ടുണ്ട്. അതിപ്പോ 12 ആയി, ഇരട്ടിയായി ഗൈസ്. 10 മിനിറ്റ് അല്ലേ? എടാ ഇതേ സിനിമയാണ് നമ്മള് അവിടെ കണ്ടത്. ഗോവയിൽ പോയപ്പോ. ഓ ഹലോ. അയ്യോ അയ്യോ നമ്മള് റോളർ കോസ്റ്റർ എത്തി. എടാ ഇതേ സാധനമാണ് ഗോവയിൽ ഉണ്ടായിരുന്നത്. ഓ അയ്യോ അയ്യോ എടാ കണ്ണടക്കി സന്ദീപ് കണ്ണു പറഞ്ഞില്ല. അയ്യോ എങ്ങനെ ഇവ ട്രെയിൻ കയറുന്നതിനിടയ്ക്ക് ചായ എന്നൊക്കെ വിളിച്ചു. നന്ദു ചായ എന്ന് പറഞ്ഞ് ആദ്യം ഞാൻ ഇപ്പിടി ഒന്ന് വിടട്ടെ, എന്നിട്ട് ചായ കുടിക്കാം. ഓ ഗൈസ്, ഒരെണ്ണം കൂടെ, ഒരു ഹൊറർ സാധനം കൂടെ ഉണ്ട്, അതുകൂടെ കാണാന്ന് പറഞ്ഞു. ഞാൻ എന്റെ കൂടെ ഉള്ളത്. അയ്യോ പടവും കഴിഞ്ഞ്. ഹൊറർ എങ്ങനെ ഉണ്ടായിരുന്നടാ? ഹൊററല്ല, മറ്റത് കുറച്ചുകൂടെ രസം ഉണ്ടായിരുന്നു. സന്ദീപേ ജീവനോടെ ഉണ്ടാ? എങ്ങനെ ഉണ്ടായിരുന്നു? ആദ്യത്തെ കടുത്തു വല്ല കുലുക്കി അടിച്ചോളാം. ആദ്യം വേണ്ടത് ഹൊറർ സിനിമയ്ക്ക് പോകുമ്പോ നല്ല ഒരു ടോർച്ചാണ്. പ്രേതം വരുമ്പോ ടോർച്ചാണ്. ഒരു സെറ്റ് ആയിരുന്നില്ല, പക്ഷെ ബാക്കിയൊക്കെ അടിപൊളിയായിരുന്നു. പിള്ളേർക്കൊക്കെ ഉള്ളതല്ലേ, പിള്ളേര് പേടിക്കും. ഒരുപാട് പേടിപ്പിക്കാൻ പറ്റൂല. ഇറങ്ങിയാലാടാ, കൊള്ളായിരുന്നു. ഡേയ് നിനക്ക് പറ്റിയ റൈഡ് ഇപ്പഴാടാ കണ്ടത്. നമുക്ക് ഇറങ്ങിയാലാ? നിലവിളക്കിന് തിരി തെളിക്കുമ്പോ കല്യാണ പ്രോ ഇറങ്ങടാ ഓടി. സിനിമ കയറിയപ്പോഴും എനിക്ക് പേടിയാവും, തല ഇറങ്ങി ഓർക്കാനിക്കാൻ വരും. പക്ഷെ കുഴപ്പമൊന്നും വന്നില്ല. പോവാടാ സന്ദീപേ. റോളർ കോസ്റ്റർ കയറിയപ്പോഴത്തേക്കും ഓക്കെ. ഇനി ഞങ്ങള് പതുക്കെ എവിടെ നിന്ന് ഇറങ്ങട്ടെ, എന്നിട്ട് വീട്ടോട്ടും. ഗൈസ് നമ്മള് ഇറങ്ങി വന്നപ്പോഴത്തേക്കും നീ ജിമ്മിൽ പോവാൻ പോണല്ലേടാ? ഉടനടി എന്നാ സംഭവിക്കും? എനിക്ക് അടച്ചുവിടടാ, തിരിച്ചു കറക്കി നോക്കിയാണ്. എടേ അങ്ങനെയൊന്നും ഓടിക്കരുത്, ഇനി നഷ്ടപരിഹാരം നമ്മൾ കൊടുക്കണം. നീ കാല് നല്ലതായിട്ട് വീശി നടക്കണമെന്ന് തോന്നുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാ എവിടെ എണ്ണ ഇട്ടാ? ടൂൾസ് ഒക്കെ തുരുമ്പിച്ചത്. എടാ നീ എന്തിനാ സന്ദീപ കാണിക്കണത്? തിരിച്ച് കൊള്ളാടാ, രസമുണ്ടാടാ. വ്യായാമം അല്ലേ? നീ ജിമ്മിൽ പോകാൻ പോവല്ലേ? എന്തായാലും ജിമ്മിൽ പോണ ആണല്ലേ? എല്ലാരും ഇപ്പൊ ഹെൽത്ത് കോൺഷ്യസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പോണം. മെമ്പർഷിപ്പ് എടുത്തിട്ട് പിന്നെ പോവാതിരിക്കുക, അതാണ് സാധാരണ ആൾക്കാർ ചെയ്യണത്. അടുത്ത ഫ്രണ്ടിലോട്ട് ഇതാണ് ഞാൻ നിന്റെ അടുത്ത് നേരത്തെ പറഞ്ഞത്.
ഇത് അംജിത്തിന്റെ വീട്ടിൽ പണ്ട് ആണോ ആരെടാ അംജിത്തിന്റെ വീട്ടിൽ ആണോ സ്ഥിരം ഇതാണ് പരിപാടി. അവിടെ ചെന്നിട്ട് ചവിട്ടും. ഗൈസ് നമ്മള് മേളിൽ നിന്ന് ഹായ് കാണിച്ച മച്ചാ ഓർമ്മയുണ്ടോ? ഇതാണ്ടേക്കണം നമ്മളെ വന്നപ്പോഴത്തേക്കും കൊട്ടവഞ്ചി കൂടെ കയറിയിട്ട് പോവാന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് കൊട്ടവഞ്ചിയിലൂടെ കയറിയിട്ട് പോവാം. ഞാൻ വിയറ്റ്നാമിൽ പോയപ്പോഴാണ് കൊട്ടവഞ്ചി കയറിയത്. പിന്നെ ഇവിടെയാണ് കയറുന്നത്. പൊളിക്കും നമ്മള്. അതെ അതെ പിന്നെ അല്ല. നിങ്ങൾ നോക്കിയാണ് ഗൈസ് ലൈഫ് ജാക്കറ്റ് ഇട്ട് പേശ കൊടുത്ത് പോവുകയാണ് കൊട്ടവഞ്ചി കയറാൻ. ഇത് കംപ്ലീറ്റ് ക്ലീൻ ചെയ്തല്ലേടാ? എത്ര നാളായി ഇതിപ്പോ ക്ലീൻ ആക്കിയിട്ട്? ആണോ? നീന്താൻ പറ്റുമോ ഇതില്? ആണല്ലേ? ഓ ഓപ്പോസിറ്റ് ഇരിക്കണം അല്ലേ? അതായത് ഇവിടെ. അയ്യോ ഓക്കെ ഓക്കെ കയറിക്കോടാ. എന്ത് ബുദ്ധിമാനാണ്. അതെന്തറാ? ഡേയ് ഇതിൽ ആർക്കൊക്കെ നീന്തലറിയാം? നിനക്ക് ഉണ്ടാ അറിയാം. നിലവെള്ളം ചോട്ടാൻ പറഞ്ഞ അപ്പ താന്നു പോവും. ഓ ആരാ അത്? ആരാ അവിടെ ഒരു ഹോയ് വിട്ടത്? അതുകൊണ്ട് അവിടെ ബാക്കില് ആരാ ഹോയ് വിട്ടത്? ഹോയ്. നിങ്ങളാണ് തുഴയെ. ഞാനാണെങ്കിൽ പണ്ടോട്ടെ ഇപ്പൊ തുഴയെ കിടില്ല പോയി. ആട്ടാ ചവിട്ടി തള്ളി വിട്ടു. ഇതിപ്പോ കറങ്ങും കേട്ടായത്. എടാ ഒരു സൈഡ് സന്ദീപേ ഇത് കറങ്ങും. ഇത് തല കറങ്ങും. അയ്യോ എടാ നീ നീ ഇത് പിടിച്ചാണ്. ഞാൻ എന്നാ തുഴയാ. ശരിക്കും അവിടെ തുഴയാണോ? ആരെങ്കിലും തുഴ ഇതാ നീ പിടി. ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ടാ. ഞാൻ കറക്റ്റാട്ടോ പറയണത്. സംഭവം നീ അവിടെ അങ്ങനെ തൊഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് വരൂലേ? അപ്പൊ ഇപ്പുറത്ത് വരണല്ലേ? എല്ലാരും ഒരേ ദിശയിൽ തൊഴ. സന്ദീപേ തിരിയടാ, ഇങ്ങോട്ട് തിരിയടാ. അതെ തിരിഞ്ഞടാ. എല്ലാരും നീ തൊഴ. സന്ദീപ് തിരിച്ചു പോയടാ. അങ്ങോട്ടല്ലേ പോവുള്ളൂ. കല്ലിൽ പോയി തലയിടിക്കുന്നു. അല്ലെ സത്യം പറഞ്ഞാലേ ജുറാസിക് വേൾഡിൽ പോണ ഒരു രീതിയുണ്ട് കേട്ടോ. ഇങ്ങനെ കൊറേ ദൂരം ഓട്ടിച്ചിരുന്നൊക്കെയാണ്. ഞാൻ ഇവിടെ അങ്ങോട്ട് ജുറാസിക് വേൾഡാ? ഏത് ജുറാസിക്? ഒരു കൊക്കിരുന്ന് എന്നെ ചെറിയണടാ. ഒരു കുഞ്ഞു കൊക്കിരുന്നിട്ട് അയ്യോ ഞാൻ കറങ്ങി തിരിഞ്ഞൊക്കെ വരണം. പുല്ലിന്ന് തല ഇറങ്ങി വീഴാൻ തന്നെ വിധി. ഞാൻ കൊക്കിനെ കാണിച്ചു കൊടുക്കാൻ നോക്കിയിട്ട് അതാണ്ട കേസ്. എടാ നമ്മള് വല്ലാണ്ട് കറങ്ങുന്നു കേട്ടോ. ഞാൻ അവരോട് അങ്ങോട്ട് പിന്നെ രണ്ടെണ്ണത്തിനെ ചവിട്ടി വെള്ളത്തിടും. ഇത് കൊണ്ടല്ലേ എടാ മറ്റേ കയാക്കിന് ഒരു ഗുണമുള്ളതെന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടേ പോവുള്ളൂ. ഗൈസ് കൊള്ളാം, കൊട്ടവഞ്ചി കൊള്ളാം. പിന്നെ കറങ്ങാൻ ആഗ്രഹമുള്ളവർക്ക് ഇത് കറങ്ങാം. ഇനി കറങ്ങി കഴിഞ്ഞാൽ തല ഇറങ്ങും, അതുകൊണ്ട് കറങ്ങാനില്ല. എടാ ഇതിന് വിസിലില്ല എടാ നമ്മളെ മറ്റേ ഇപ്പൊ അവൻ ചാടി വെള്ളത്തിലൊക്കെ ഡൈവൊക്കെ അടിച്ചു വരും. തട്ടി എന്നിട്ട് ഇവിടെ നിന്ന് ഒന്നുകൂടെ തള്ളി വിട്ട് കൊടുക്കണം. ഗൈസ് ഞങ്ങൾ എങ്ങനെയെങ്കിലും തുഴഞ്ഞൊന്ന് കരയെത്തട്ടെ. എനിക്ക് തോന്നല്ലോ ഇതൊരു കരയെത്തും. അവിടെ മറ്റേ കടലില് കൊട്ടവഞ്ചി പഠിക്കാൻ പറ്റുമോ? പറ്റുമല്ലേ? പറ്റുമല്ലേ? വയനാട്ടിൽ കുറുകാദ്വീപിലുണ്ട് കൊട്ടവഞ്ചി. ഓക്കേടാ കാണിക്കാന്ന് പറഞ്ഞ ഗൈസ് മറ്റേ കിളിയുടെ അടുത്തെത്തി നമ്മള്. ഹായ് കിളി, എന്തൊക്കെ വിശേഷം കിളി? സുഖാണ കിളി? ഇതേലും മിണ്ടാ കിളി? പോയി 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 പോയി. നീ രണ്ട് തൊഴ, നീ രണ്ട് തൊഴ. അല്ലേ ഞാൻ തൊഴ അങ്ങോട്ടേ പോകും. യെസ് കരയെത്തി സുഹൃത്തുക്കളെ. ഇനി ഓമാരെ ചവിട്ടി വിടാം അങ്ങോട്ട്. പാടാ എന്തു സിമ്പിൾ അല്ലേ? അതെ അതെ.
കാണിക്കാതെ എല്ലാരും കേട്ടു. എല്ലാരും കയറും. ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് തുഴയണ്ടേ. ഓക്കെ ശരി, ഞങ്ങൾ ഇറങ്ങട്ടോടെ. നമ്മൾ നേരത്തെ പുറത്ത് കുറച്ച് ചെടികൾ കണ്ടില്ലേ, അതിന്റെ ഒരു ഫുൾ ഫ്ലെജ് കട ഇതിന്റെ അകത്തുണ്ട്. ആരും അറിയൂലടാ ഇങ്ങനെ ഒരു കട ഉണ്ടെന്ന്. ആ അതെ, സീക്രട്ട് ആയിട്ട് വെച്ചേക്കണം, ആരും ഈ കടയെ കുറിച്ച് അറിയരുതെന്ന്. ഇത് പറഞ്ഞാൽ അവക്ക് വാങ്ങിച്ചു കൊടുക്കായിരുന്നു. രസമുണ്ടല്ലേ, ഒരു എന്തോ പോലെ ഒരു ചെടി തുറന്ന എടുക്കാം. എന്നിട്ട് അവളെ പേരക്ക് ആ അവിടെ വ്ളോഗ് ചെയ്യണമെങ്കിൽ റെയർ പ്ലാന്റ് കാണിച്ചു തരാം. അത് ഇതാ വരുന്നു ബ്രോ. ഇത് ഞാനല്ല ഇതിന്റെ ആള്, ഇതിന്റെ ആള് എന്റെ വൈഫാണ്. ഇത് തൂക്കിയിടുന്നതാണല്ലേ ബ്രോ? ഓ, നമ്മള് മറ്റേ കാർട്ടൂണിലൊക്കെ കണ്ടിട്ടുള്ള പണ്ട്. കാർണിവോറസ് പ്ലാന്റ്. ഇത് എര പിടിക്കുവോ അപ്പോ? ഇതിന്റെ പ്രോസസ് എന്ന് പറയുന്നത്, ഇപ്പൊ നമുക്കൊരു ഈച്ചയോ കൊതുകോ ഒക്കെ വരുവാണെങ്കിൽ ഇതിനകത്തൊരു ചെറിയ ജെല്ല് പോലെ ഒരു സാധനമുണ്ട്. അപ്പൊ ഇതിനകത്ത് വന്ന് വീണ് കഴിഞ്ഞാൽ ഇതിനകത്ത് അങ്ങ് സ്റ്റക്ക് ആവും, പുറത്ത് വരത്തില്ല. എന്നിട്ട് ഈ പ്ലാന്റ് ഇതിനെ ഫുഡ് ആക്കും. ഓക്കെ ഓക്കെ. അപ്പൊ അടുക്കള കൊണ്ട് തൂക്കിയിട്ടല്ലായിരിക്കോ? ഇതിനെ കൂടുതൽ നമ്മള് ഈ വീടിന്റെ ഫ്രണ്ടുകളിൽ ഷെയ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഒക്കെ തൂക്കിയിടാം അല്ലേ? കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ എസ്കേപ്പ് ആവൂല. എടാ കൊതുവിനെ പിടിച്ച് തിന്നൂടാ. ഇത് എത്ര രൂപ ബ്രോ? ഇത് 850 അല്ലേ? ഏത് ചെടി നീ കൊണ്ട് നട്ടാലും വെള്ളം ഒഴിക്കണം. കൊള്ളാം കേട്ടോ അത്. ഇതെനിക്ക് തോന്നുന്നു അവളെ കൊണ്ടുവന്ന് വാങ്ങണായിരിക്കും നല്ലതല്ലേ? അവർക്ക് ഇഷ്ടമുള്ള നോക്കി എടുക്കട്ടെ. തൽക്കാലം ഇതും കൊണ്ട് പോവാം നമുക്ക്. ഞാൻ വരാം കേട്ടാ. ആ എന്റെ വൈഫ് ചെറിയ സ്ഥലത്ത് മാത്രം വലിയ ചെടിയൊക്കെ ഉള്ളപ്പോ അതെ അതെടുക്കണേ പറഞ്ഞു ഞങ്ങള്. ആ ഓക്കെ. എത്ര അത്? 160. ഓക്കെ സെറ്റ്. ഗൈസ് ഞാൻ വീട്ടിൽ എത്തി. ഇവിടെ ഒന്നും ആരും കാണാനില്ലല്ലോ. അമ്മോ, ആഹാ എന്താണ് ഇവിടെ പരിപാടി എല്ലാരും കൂടെ? മൾബറി ഇറുക്കടാ, വാഴക്കൂമ്പ് വെട്ടിയതാ. ഞാൻ ഇപ്പൊ ഒരു കടയിൽ ചെന്നപ്പോഴത്തേക്കും കണ്ടമ്മ. കൊള്ളാവോ? ഞാൻ വീഡിയോ കോൾ വിളിച്ച് ചോദിച്ചപ്പോ അവള് പറഞ്ഞത് മതിയെന്ന് പറഞ്ഞു. അമ്മ ഈച്ച തിന്നണ ഒരു ചെടിയുണ്ട്. ആ 850 രൂപ. ആണോ അമ്മക്ക്? ഇത് മുതുക്ക് കേട്ടാ. ഇത് ആണോ? ഇതെന്ത് ചെടിയാണിത്? എന്തോ പിച്ചു പുച്ചു എന്നാ പറയണ കേട്ട്, അങ്ങനെ എന്തോ പേര് പറയണ കേട്ട്. ഒരു ചെടി വാങ്ങിയ ചാക്കുളത്ത് പോയപ്പോ. അച്ഛനും വാഴക്കൂമ്പ് ഇറുക്കാൻ വന്നാണോ? ആണാ? ഓ പുതിയ ഷർട്ടൊക്കെ ഞാൻ അറിഞ്ഞേ 500 രൂപ. അത് ഇന്നലെ അമ്മയാണ് പറഞ്ഞ 500. ഓ പക്ഷെ കൊള്ളാച്ച ചേർന്നുണ്ട് അച്ഛന് നല്ലതായിട്ട്. ആ ഫിറ്റും കറക്റ്റാണ്. ആ ഒരു ആരാ അച്ഛൻ അങ്ങനെ ആരുടെ സെലക്ഷൻ കൊടുക്കണല്ലോ. ഇപ്രാവശ്യം പറഞ്ഞു എനിക്ക് സൈറ്റിൽ ഇടുന്നതിന് വേണ്ടി. എന്തുടാ ആണോ സെലക്ട് ചെയ്തത്? പ്രിന്റഡ് ഷർട്ട് ഇടാറില്ല. ഇല്ല ഇല്ല ഇല്ല, അതാണ് ഞാൻ പറഞ്ഞത്. വ്യത്യസ്തമായിട്ടുണ്ട്. കൊള്ളാം, അച്ഛന് ചേരുന്നുണ്ട്. ഇനിയിപ്പോ വേറെ കളറുണ്ട്. പച്ച അച്ഛൻ നാളെ ഞാനും വർഷം കൊണ്ട് ഒരു കട ഇനോഗ്രേറ്റ് ചെയ്യണം. ഞങ്ങൾ രണ്ടുപേരും ഉണ്ട്, പിന്നെ ശ്വേത ചേച്ചി ഉണ്ട്, പിന്നെ രണ്ടുപേരും കൂടെ ഉണ്ട്. ബ്യൂട്ടി സലൂൺ. ഹെയർ കളറ്, മസാജ്, സ്പാ, മാനിക്യൂർ, പെഡിക്യൂർ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. പാലാരി വട്ടത്ത് പോണ്ടേ നാളാ. പിന്നെ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ ഇനോഗ്രേഷൻ. അത് മറ്റന്നാ, 2 ദിവസം കഴിഞ്ഞിട്ട് വരും. ഓ ഓ സന്ദീപിനോടെ കൊണ്ടുവരണം. അമ്മ ട്രോഫി കിട്ടി കണക്ക് നിൽക്കണത്. ഒരു പ്രധാന കാര്യം ആ അത് ശ്രദ്ധിക്കും വെച്ചാ. പിന്നെ തീർച്ചയായിട്ടും അത് അല്ല വിട്ട് ഇതൊന്നുമില്ല. 10 അല്ല ചാ, ഞാൻ ഇനോഗ്രേഷൻ കൊള്ളോണ്ടാണ് മാലയും കാപ്പും ഇടാതിരുന്നത്. അത് കാവടിയുടെ അന്നേ ഇടുന്നോളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു ഫംഗ്ഷൻ ഉണ്ട്, അപ്പോൾ പറഞ്ഞു എന്നാ നീ മാല ഇടണ്ട, ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ ഇടാന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ ചോദിച്ചോളാം. ഇല്ല ഇല്ല വ്രതം ശ്രദ്ധിച്ചോളാം. നേറ്റ് നല്ലായിരുന്നു അമ്മ. അല്ല അയ്യോ പിള്ളേർക്ക് എന്തോ അനുഗ്രഹം അമ്മ. അയ്യോ നമ്മുടെ അച്ചു ഇല്ലേ, നമ്മുടെ വിഘ്നേഷ് ശിവമാവന്റെ, ഓവനൊക്കെ വിളിയുമ്പോഴും അനുഗ്രഹമായിരുന്നു. നല്ല അനുഗ്രഹം. പിള്ളേര് സെറ്റായിട്ട് അനുഗ്രഹിച്ചു. അവരുടെ കാപ്പ് കെട്ട് നില കഴിഞ്ഞു. ഞാൻ പിടിക്കാൻ പോയിരുന്നു നില. അമ്മ കാവടി എടുക്കണേണ് എളുപ്പം, പിടിക്കണേണ് പാട്.
എന്നെ എത്ര പ്രാവശ്യം പിടിച്ചല്ല ഇതും അറിഞ്ഞിരിക്കണമല്ലോ. എനിക്ക് അഗ്നിയിൽ ഇറങ്ങുന്നതിനേക്കാളും പാടാണ് അഗ്നി കള ഒരുക്കാനെന്നാണ് പറയണത്. കള ഒരുക്കുമ്പോഴ് പൂർണ്ണമായ ഓംലെറ്റ് ആവുമെന്നാണ് പറയണത്. കാരണം അങ്ങനെ ചൂടടിച്ചോണ്ടിരിക്കല്ലേ 3-4 മണിക്കൂർ. സമയം മാത്രമേ ഉള്ളൂ. അതെ 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 അതെ. അതൊക്കെ ശ്രദ്ധിച്ച് ഇല്ല ശ്രദ്ധിക്കാം. അന്ന് നിനക്ക് പറ്റിയെന്ന് പറഞ്ഞിട്ട് അറിയാമല്ലോ, ചെറിയ ഇവിടെ ഈ സൈഡിലൊക്കെ ചെളി ഒട്ടിയിരുന്നു. ഓക്കെ എടാ രാവിലെ 4 മണിക്ക് നമുക്ക് ഇറങ്ങാവേ. റെഡി ആയിട്ടിരുന്നോണ്ടേ, ഞാൻ വരാം. ഓക്കെ, എന്നാ പിന്നെ ഞാൻ അമ്പലത്തിലോട്ട് പോട്ടച്ച. കരിയത്ത്. ശരി. എല്ലാരും എത്തിയോ? പളനി പോയവരൊക്കെ തിരിച്ചു. പളനി പോയവർ വന്നോണ്ടിരിക്കുന്നു. ഉണ്ടല്ലോ ഇവിടെ. എല്ലാം ഭംഗിയാ നടക്കട്ടെ. ഞങ്ങൾ ഇടയ്ക്ക് വരുന്നുണ്ട്, ക്ഷേത്രത്തിലേക്ക് വരുന്നുണ്ട്. ഓക്കെ അച്ഛനെ ചോദിച്ചു, അന്വേഷിച്ചു. അന്വേഷിക്കുമ്പോൾ ഉദ്ദേശം മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഞാൻ ഇനി അമ്പലത്തിലൊക്കെ പോയിട്ട് വരാം. ഗൈസ് താണ്ട വിറകൊക്കെ അടുക്കി നടുക്ക്. ഇന്നലെ നമ്മള് കുറ്റി അടിച്ചതിന്റെ നടുക്ക് ചാണകം മെഴുകി. നീ ഉണ്ടായിരുന്നടാ ചാണകം മെഴുകാൻ? രാവിലെ എത്തി. എത്ര നാളായിടാ നിന്റെ വ്ലോഗ് കണ്ടിട്ട്? ആണാ? എല്ലാരും അന്വേഷിക്കണുണ്ടോ? ആരും കാണാനില്ല. എല്ലാരും എവിടെ? പോവാ അങ്ങോട്ട്. ഗൈസ് പണിമൂല എന്ന് പറഞ്ഞൊരു അമ്പലം, പണിമൂല ഒരു അമ്പലമുണ്ട്. അപ്പൊ അവിടെ നമ്മുടെ വിനോദിന് ഓർമ്മ ഉണ്ടായെങ്കിൽ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത്. വിനോദ് ഇപ്പൊ അവിടുത്തെ ഗുരുസ്വാമിയാണ്. ബേസിക്കലി അവനാണ് അവിടെ ആഴിയിൽ ആൾക്കാരെ ഇറക്കുന്നത്. അപ്പൊ നമ്മൾ അങ്ങോട്ട് കാണാൻ പോവുകയാണ്. പോട്ടെ. നമ്മള് കാവടി കാണാൻ പോണേന് മുന്നേ അയ്യങ്കോയിക്കലോട്ട് വന്നു. ഇവിടെ നിന്ന് അന്നദാനം ഉണ്ട്. അപ്പൊ ഇവിടെ നിന്ന് ഫുഡും കഴിച്ചിട്ട് പോവാം. ഗൈസ് ഇവിടെയാണ് വിനോദ് കാവടി ഇറക്കുന്നത് ഇപ്രാവശ്യം. കാവടി ഓൾമോസ്റ്റ് നമ്മൾ ഈ കാവടിയും കണ്ടിട്ട് അതിന് തിരിച്ചു പോകും. ആഴി, ഈ ആഴിയാണെങ്കിൽ നമ്മളവിടെ ഞാൻ ഞങ്ങൾക്ക് കൂടെ നിന്ന് ഒരുക്കാൻ പോകുന്നത്. ഈ വന്ന് നിൽക്കുന്നതാണ് അഗ്നിക്കാരായി. ഓക്കെ, അതിന്റെ ബാക്കിൽ ഒരു വണ്ടിയുടെ ബാക്കിൽ നിങ്ങൾ കണ്ടാൽ നിങ്ങൾ നോക്കണേ, പറവയാണേ, തൂക്ക് പറവ. ടിപ്പറിലെ പൊക്കിയേക്ക് അയച്ചു. ആ നിൽക്കണം നമ്മളെ വിനോദ്. പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ വന്ന് കിടന്ന് കഴിച്ച് രാവിലെ എഴുന്നേക്കണം നമുക്ക് 4 മണിക്ക്. എന്നിട്ട് എറണാകുളത്തോട്ട് പോകണം. നാളെയാണ് നമുക്ക് ഇനോഗ്രേഷൻ. അപ്പോൾ ഞാൻ കിടന്ന് ഉറങ്ങട്ടെ ഗൈസ്. നല്ലൊരു ഡേ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ബൈ. നാളെ കാണാം. ലവ് യു.